ഇന്ന് നമ്മൾ ഐനാണ് പഠിക്കുന്നത്. ഐൻ ഐൻ ഗൈൻ ഐൻ ഗൈൻ. ഇതില് ഐന് എന്ന് പറഞ്ഞാൽ രണ്ട് അർദ്ധവൃത്തങ്ങളാണ്. ഫുൾവൃത്തം ഇതാണ് ഫുൾവൃത്തം അല്ലെ. ഇത് അർദ്ധവൃത്തങ്ങൾ. അർദ്ധവൃത്തങ്ങൾ ഉണ്ടോ? ഈ രണ്ട് അർദ്ധവൃത്തങ്ങളാണ് ഐന്. നമ്മൾ ചെറുപ്പത്തിലൊക്കെ പഠിച്ച പോലെ ഒരു ചെറിയ അർദ്ധവൃത്തും ഒരു വലിയ അർദ്ധവൃത്തും. ഇതാണ് എന്ത് ഐൻ. അതേപോലെ പുള്ളിക്കാൽ ഗൈൻ. ഇത് അതിന്റെ എഴുതേണ്ട യഥാർത്ഥ രൂപം. ഒരു കൺപുരികം പോലത്തെ സാധനം. കൺപുരികം. ഇതിനങ്ങനെ തന്നെ പേര് പറയുന്നത് ഹാജിബുൽ ഐൻ. ഹാജിബ് ഹാജിബ് പറഞ്ഞാല് ഹാജിബ്. ഹാജിബ് എന്ന് പറഞ്ഞാൽ എന്താ? കൺപുരികം. കൺപുരികം പോലത്തെ ഒരു വരട വരടുക. എന്നിട്ട് അതേപോലെ ഒന്ന് ഇങ്ങോട്ട് വരക്കാം. ഇങ്ങോട്ട് വരക്കുന്നത് അതിനേക്കാൾ കുറച്ച് എന്ത് വേണം? പുറത്തേക്ക് തള്ളി നിൽക്കാം. ഇതിനേക്കാൾ കുറച്ച് തള്ളി. എന്നിട്ട് അർദ്ധവൃത്തം ഇവിടെ വെച്ചു. ഇത് ഇതിനോട് സമമാവാം. ഏത്? ഇതിനോട് സമമാവാം. അതാണ് ബെറ്റർ. നല്ലത് അങ്ങനെയാണ്. അതല്ല സമമായില്ല പ്രശ്നം കേട്ടോ. ഇത് തള്ളി നിൽക്കുകയും വേണം. ഇത് ഇതിനോട് സമമാവുന്നതാണ് നല്ലത്. കുറച്ച് തള്ളിയത് പ്രശ്നമില്ല. ഇത് ഇതിനോട് തള്ളി നിൽക്കുകയും വേണം. ഇതാണ് ഐൻ. കൺപുരികം പോലത്തെ വരക്കുക. അതിന് സമാനമായി ഇപ്പുറത്ത് ഇങ്ങോട്ട് വരക്കുക. ഇങ്ങോട്ട് വരക്കുമ്പോൾ ഈ ഇതിനേക്കാൾ കുറച്ച് കഴിഞ്ഞ് നിൽക്കുന്നത്. എന്നിട്ട് പിന്നെ ഒരു പകുതി വൃത്തം. ഐൻ. ഗൈൻ ഐൻ ഗൈൻ. ഓക്കേ. അപ്പോൾ ബേസിക്കലി നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് അർത്ഥം പഠിച്ചപ്പോൾ രണ്ട് അർത്ഥം. അത് സിസ്റ്റമാറ്റിക് ആയിട്ട് വരക്കുക. കൺപുരികം പോലെ വരക്കുന്നതിന് ഹാജിബ് ഹാജിബുൽ ഐൻ. മൊത്തത്തിൽ ഇതിൽ പറഞ്ഞ പേര്, ഈ സാധനത്തിൽ പറഞ്ഞ പേര് റഅ്സുൽ ഐൻ എന്നാണ്. ഇതിന് ജിസ്മു. ഇത് റഅ്സുൽ ഐൻ, ഇത് ജിസ്മുൽ ഐൻ. പുള്ളിട്ട് എന്തായി? ഗൈനായി. ഇത്രയാണ്. ഇത് തരിച്ചെഴുതുന്നായി. ഈ തുടക്കത്തിൽ എന്തായിനോ? തുടക്കത്തില്. മധ്യത്തിൽ എന്തായിനോ? ഇത്ര. ഇപ്പൊ ഫഅല എന്താണെങ്കിൽ ഫാടുന്നു വരക്കല്ലേ. ഫാടുന്നു. ഇത് കോപ്പി ചെയ്ത് പഠിക്കാം. ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് കോപ്പി ചെയ്ത് നോട്ട് പുസ്തകം എഴുതി പഠിക്കും. ജീവ പോലെ ആവുന്നില്ല. ജീവാണ് ഇങ്ങനെ വന്നിട്ട് ജീവമാവും. ഈ ജീവന്റെ ഇതൊക്കെ മുട്ടയൊക്കെ അതിനായി പോകുന്ന സംശയമൊക്കെ ഉണ്ടാവും. ചിലപ്പോൾ ഇല്ല. ഇങ്ങനെ ഇങ്ങോട്ട് വന്നിട്ട് തരക്കാളായി നമ്മള് ഇങ്ങനെ നേരെ ചെയ്തേക്കും. കുറച്ച് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ചരിച്ചു കൊടുക്കുക. അങ്ങനെ ഭംഗി അങ്ങനെയാണ്. അപ്പൊ നമ്മൾ തരിച്ചുള്ള അതിന് അവസാന ലൈനാണെങ്കിലോ ജമാ അയിന് തുടക്കത്തിലുള്ള അയിന് വേറൊന്നാണ്, മധ്യത്തിലുള്ള അയിന് വേറൊന്നാണ്, ഒടുക്കത്തിലുള്ള അയിന് വേറൊന്നാണ്, തനിച്ചുള്ള അയിന് വേറൊന്നാണ്. ഒന്നാം ക്ലാസ്സിലൊക്കെ പാട്ടുണ്ടല്ലോ, അയിന് രൂപം നാലുണ്ട്, നാലും കാണാൻ രസമുണ്ട്. അമലിൽ ആദ്യം അയിനല്ലേ അല്ലെ? ഫഅലയിൽ അയിന് നടുക്കല്ലേ? ഫഅലയിൽ അയിന് നടുക്കല്ലേ? പിന്നെ ജംഇൽ ഒടുക്കം അയിനല്ലേ? ജംഇൽ ഒടുക്കം അയിനല്ലേ? പിന്നെ ഫറഅയിൽ അയിന് തനിച്ചല്ലേ? ഫറഅയിൽ അയിന് തനിച്ചല്ലേ? ശരി, ഒരു പാട്ടുണ്ട്. ഓരോ സെക്ടറിൽ അയിനെ കുറിച്ചു. ആയിനാണ് നമ്മൾ പഠിച്ചത്. അയിന് തനിച്ചെഴുതുന്നത് പഠിച്ചു, കൂട്ടിയെഴുതുന്നതൊക്കെ പഠിച്ചു. ശരിക്കും കണ്ടിട്ട് മനസ്സിലാക്കിയിട്ട് എന്ത് ചെയ്യാ? നല്ലോണം പഠിക്കാം. ഒന്നുകൂടി പഠിച്ചില്ല. ഹാജിബ്, ഹാജിബിന്റെ ഹാജിബിന്റെ അടിയത്തോ കുറച്ച് നിർത്തില്ല. രണ്ട് അർദ്ധവൃത്തമാണ് അതിന് ബേസിക്കലി നമ്മൾ മനസ്സിലാക്കിയത്. ഹാജിബ് ഒന്നും കൂടി ഓവർ ആയില്ലല്ലോ. ഹാജിബിന്റെ രൂപത്തിൽ കൺപുരിക്കൽ. ഹാജിബിന്റെ അടിയത്തെ ഹാജിബ് കുറച്ച് ഇങ്ങനെ ഉണ്ട്. ഓക്കെ, ഇൻഷാ അല്ലാഹ് നല്ലോണം പ്രാക്ടീസ് ചെയ്യുക.